ഇന്ന് വെന്തിട്ടുണ്ട്. മോളെ ഗുഡ് മോർണിംഗ്. അപ്പതേ ഇന്ന് ഉറക്കൊക്കെ കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം പൂർണ്ണമായി ഉറക്കം കഴിഞ്ഞ് എണീറ്റൊരു ദിവസമാണ് കേട്ടോ. ഉറങ്ങി എണീറ്റേന്റെ നല്ല ഉറക്കപ്പിച്ച് മുഖത്തുണ്ടാവും. അപ്പൊ ഞാനേ ആദ്യം പാലെടുക്കട്ടെ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാലേ, ഇപ്പോഴും നമ്മൾ നേരത്തെ എണീക്കും, സ്കൂളിൽ പോകേണ്ട സമയമാകുമ്പോൾ എല്ലാവരും വേഗം ഒരുക്കും, അങ്ങനെ പിള്ളേർ വീടും അങ്ങനെയല്ല എണീക്കുക. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ അലാമൊന്നും വെച്ചില്ല, എപ്പോഴാണ് എണീക്കണേ അപ്പം എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നു. രാത്രി ആണെങ്കിലും അമ്മ വിളിച്ചില്ല, അല്ലെങ്കിൽ അമ്മ രാത്രി മൂത്രമൊഴിക്കുമ്പോൾ അല്ലെങ്കിൽ വയറ്റിൽ നിന്നൊക്കെ പോകുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പം അങ്ങനെ ഒന്നും അമ്മ വിളിച്ചില്ല. ഞങ്ങളെല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. എല്ലാ ദിവസം പള്ളിയിൽ പോകാറുണ്ട് രാവിലെ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വൈകുന്നേരം പോകാറ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ സ്കൂളും ഇല്ലല്ലോ, അപ്പോൾ സ്റ്റീവിനെ വിടുന്നുണ്ട് പ്ലേ സ്കൂളിൽ. എന്നാലും അവനെ രാവിലെ നേരത്തെ വിടണ്ട, ഗ്രേസിൻ്റെ അത്ര നേരത്തെ വിടണ്ട. അപ്പോൾ വിചാരിച്ച് അങ്ങോട്ട് കിടന്ന് ഉറങ്ങാം. രണ്ടും കൽപ്പിച്ച് അങ്ങനെ കുറേ നാൾക്ക് ശേഷം അങ്ങനെ അലാമൊന്നും വെക്കാണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി എണീറ്റ് ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. മുഖത്ത് ആ ഒരു ഉറക്കപ്പിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്കൊരു സംതൃപ്തി വന്ന് എണീറ്റ് അങ്ങനെ. അപ്പം ഇനി വേഗം ബാക്കി പരിപാടികളിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഇന്നലെ കഴുകി വെച്ചായിരുന്ന പാത്രങ്ങളൊക്കെ ഇത് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലത്തെ കായൊക്കെ എല്ലാം പഴുത്തിരിപ്പുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പൊതുവേ വേറെ ഐറ്റംസിനേക്കാളും കൂടുതൽ ഇപ്പം ആയപ്പിന്നെ പഴത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. വേറെ എന്ത് കഴിക്കുന്നേക്കാളും പഴം. അപ്പോൾ മിക്ക ദിവസം ബ്രേക്ക്ഫാസ്റ്റ് അമ്മയ്ക്ക് പഴം മുട്ടയും കൊടുക്കാറ്. അപ്പോൾ പഴം പുഴുങ്ങിയതും മുട്ടയും പുഴുങ്ങിയതും അമ്മയ്ക്ക് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്രേസിന് സ്റ്റീവിന് അങ്ങനെ പഴം പുഴുങ്ങിയതൊന്നും അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ അവർക്ക് നെയ്യിൽ ചൂടാക്കി കൊടുക്കാം. എനിക്ക് പഴം പുഴുങ്ങിയത് ഇഷ്ടമാണ് കേട്ടോ. സന്നചേട്ടനും അങ്ങനെ പഴം പുഴുങ്ങിയത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് പഴം മുട്ടയാക്കാം എന്ന് വിചാരിച്ചിരുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അവന് സ്കൂളിലേക്ക് വിടാനുള്ള കാര്യങ്ങളൊക്കെ ബാക്കി ചെയ്ത് തീർക്കണം അങ്ങനെ. പിന്നെ ഇന്ന് ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഡാഡീനെ വിളിക്കണത് കഴിഞ്ഞിട്ട് ഡാഡീനെ വിഷ് ചെയ്യണം. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ആരംഭിക്കുകയാണ്. പിന്നെ എൻ്റെ മൂക്ക് അടഞ്ഞിരിക്കുക, വേറെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ സൗണ്ട് പോയതിൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് എപ്പോഴും അതെ, എൻ്റെ സൗണ്ടാണ് ആദ്യം പോകുക. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ മൂക്കടഞ്ഞൊരു സൗണ്ടും എൻ്റെ സൗണ്ട് റെഡിയായി കിട്ടാൻ എന്തായാലും കുറച്ച് ദിവസം പിടിക്കും. അത് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇനിയൊന്ന് അടുക്കളേനൊന്ന് ഒതുക്കി പറക്കി വേഗം എൻ്റെ പരിപാടികൾ ആരംഭിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു കേട്ടോ. നമ്മുടെ UP വ്ളോഗ്സ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, ഞങ്ങൾ ഉത്തർപ്രദേശിൽ പോയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളോ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോയത്. ഇങ്ങനെ ട്രാവൽ ചെയ്ത് എങ്ങനെ ഉണ്ടാവും, പിന്നെ ചേച്ചിയുടെ അവിടെ കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതല്ല, അമ്മ രാവിലെ എണീച്ചിട്ടേ ബാത്റൂം പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് അമ്മ വരുമ്പോ സ്റ്റീവ് അങ്ങനെ വിളിക്കുന്നത് ഓർമ്മയിട്ടാ. സോംബി വന്നു, സോംബി. ഇന്നലെ അപ്പ സ്റ്റോറി പറഞ്ഞില്ലേ സ്റ്റീവിനോട്. പക്ഷെ പേടിയൊന്നുമില്ല. അവൻ ചേച്ചി എനിക്ക് സോംബി വന്നു, സോംബി. ഞാൻ ചിരി വന്ന് കിടന്നുണ്ടപ്പോ എൻ്റെ അവൻ ഉറങ്ങി. അമ്മ അടുത്ത് വന്ന് കിടന്നപ്പോഴേക്കും അപ്പനോട് പറഞ്ഞില്ല. അപ്പ സ്റ്റീവൻ ചെല്ലില്ല ക്ലാസ്സിലോട്ട് ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് പോവാം. നമ്മുടെ ചേട്ടൻ്റെ പേരുണ്ട്. പക്ഷെ മഴയുള്ള ദിവസം മഴയില്ലായിരുന്നില്ല.
ഹാപ്പി ആയിരുന്നു. ഗ്രേസ് വന്നില്ലേ, ഗ്രേസ് ലാസ്റ്റ് അവൻ്റെ കൂടെ പോയില്ലേ സ്കൂളിലേക്ക്. അത് പറഞ്ഞു ഗ്രേസേ സ്റ്റീവിനെ ഞെട്ടിക്കണം കേട്ടാ. ഓക്കെ, അവനോട് നീ സ്കൂളിലേക്ക് വന്നില്ല, ഞാൻ സ്റ്റീവ് സ്കൂളിൽ പൊക്കോ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. So I can hold you in my arms. I will carry you on my shoulders as long as I'm able. Skeletons under your bed. Deep in the പോയി പാപ്പം കഴിക്കും. പോയി കഴിക്കും, ഭക്ഷണം കഴിക്കും. ഇത് ഇല്ലും ചിക്കൻ നോക്കിയോ. അപ്പൊ കടയിൽ നിന്ന് നമ്മള് ഇന്നലെ മേടിച്ച മാങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ ഇത് കറി വെക്കാൻ പോവാണ്. പക്ഷെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ആ മാങ്ങ ചീത്തയായി പോയി. അതിൽ നല്ലത് നോക്കി ഞാൻ എടുത്തതാണ്. അപ്പൊ ഇതിന് തൊലി പൊളിച്ച് നോക്കണം, കറി വെക്കാനുള്ള പറ്റുന്ന സിറ്റുവേഷൻ ആണോ എന്ന് നോക്കണം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആദ്യം ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു നോക്കട്ടെ, എന്താണ് ഇതിന്റെ കണ്ടീഷൻ. യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ, പറ്റില്ലെങ്കിൽ യൂസ് ചെയ്യണില്ല, വെക്കില്ല. എന്തായാലും പൊളിച്ചു നോക്കട്ടെ. ഗ്രേസ് ഒന്ന് നോക്കി നോക്കി, എന്റെ ഫിറ്റ് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റണില്ല. കുഴപ്പമില്ല കേട്ടാ, നല്ല ഭംഗിയാ. ഇതിനെ റെഡിയാക്കി എടുക്കാം. മുമ്പേ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കോവിലകത്തെ എന്താ മാമ്പഴ പുളിശ്ശേരിന്ന്. അപ്പൊ ആ സെയിം സ്റ്റൈൽ തന്നെയാണ് കേട്ടോ വെക്കണേ. അതിന് ഒരു ശർക്കരേനെ ഒന്ന് ഉരുക്കിയെടുക്കാൻ പോവാണ് ആദ്യം. സ്റ്റിക്കാ എന്റെ അടുത്തില്ല, ഐസ്ക്രീം എന്റെ അടുത്തില്ല സ്റ്റിക്ക്. ഇന്നലെ തന്ന സ്റ്റിക്ക് എവിടെ? വെറുതെ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ആ ഡൈനിങ് ടേബിൾ ഇല്ല എന്തായാലും. തണുപ്പൊക്കെ സംഭവിച്ചു, പക്ഷെ എന്റെ അടുത്ത് സ്റ്റിക്ക് ഒന്നുമില്ല. നോർമലായിട്ട് കടിച്ച് കഴിച്ചാൽ മതി കേട്ടാ. ഐസ്ക്രീം ഫ്ലേവറാ. അതിൽ വെള്ളം ഉണ്ടായില്ലടാ, വേടാ പൊങ്ങ് തരാമോ? പൊങ്ങ് മോളെ സൂപ്പറാണ്. എന്താ തേങ്ങന്റെ പൊങ്ങ് പൂ എന്ന് പറയാൻ പാടില്ല, നല്ല സാധന. നീ കഴിച്ചു നോക്ക്. അപ്പൊ നമ്മുടെ ശർക്കരപ്പാനി റെഡി. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. സ്റ്റീവിന് വേണ്ട, ഗ്രേസിനും വേണ്ട നമ്മുടെ തേങ്ങയുടെ പൊങ്ങ്. അവള് നോ എന്ന് പറഞ്ഞപ്പോ അവനും നോ. പിന്നെ സ്റ്റീവിനെ ഇന്ന് വിടണില്ല കേട്ടാ. സ്റ്റീവിനെ ക്ലാസ്സിൽ വിടാന്ന് വിചാരിച്ചു, പക്ഷെ നല്ല കോൾഡ് ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ സ്കൂളിൽ വിട്ടിട്ട് അവിടുത്തെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലല്ലോ.
അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ മാങ്ങേനെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണേ. മാങ്ങ ഒന്ന് ചെറുതായിട്ട് വേവട്ടെ. ഗ്രേസിലെ സ്റ്റീഡിയം മരുന്ന് എഴുതിയിട്ടുണ്ട്. അമ്മയുടെ പ്രോട്ടീൻ. അപ്പം അങ്ങനെ ഈ മാങ്ങ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇത് ശർക്കരപ്പാനി വയ്ക്കാൻ കേട്ടോ. ഇനി ശർക്കരപ്പാനി കിടന്നതൊന്ന് വേവട്ടെ. അപ്പോൾ ഇത് മാങ്ങ നല്ലോണം ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കറണ്ട് പോയപ്പോൾ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഇട്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണേ. അപ്പം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാണേ. അപ്പം തൈരും ഞാൻ ഉറവിച്ച് തരാണ് കേട്ടോ. തൈരും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പോണേ. കറണ്ടൊക്കെ പോയി വന്നു. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിക്കാണ്. ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ലല്ലോ, അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാണ്. മര്യാദക്ക് പൊട്ടിക്കണേട്ടാ, വേപ്പല്ല ഓരോ ഇതളല്ല ഒടിച്ചെടുക്കണേട്ടാ. അപ്പൊ ഗ്രേസ് അവിടെ വേപ്പല പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതില് ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടില്ല കേട്ടാ. നമ്മള് വെക്കുന്ന രീതിയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലാണിത്. നിങ്ങൾ എങ്ങനെയാണ് വെക്കാറെന്ന് പറയണേ. ഞാനിതിലേക്ക് ചെറിയുള്ളിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടാറുണ്ട്. അരപ്പിലെ ജീരകമൊക്കെ ചേർക്കാറുണ്ട്. അതൊന്നും യൂസ് ചെയ്യണില്ല എന്നാണ് ഞാനതിൽ വീഡിയോയിൽ കണ്ടത്. എന്തായാലും സംഭവം സിമ്പിളാണ്. കറി നമ്മൾ താളിച്ച് വയ്ക്കാൻ നെയ്യ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണേ. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, സിമ്പിളാണ്, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്തേടി എന്നിട്ട് എന്റെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചത് ചെയ്തിട്ടുണ്ടാ. എന്റെ ഉള്ളിൽ പുറത്തത്തെ പൂക്കളൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു ബൊക്കെ ഉണ്ടാക്കിയിട്ട് കെട്ടിയത്. എന്നിട്ട് ഇങ്ങനെ അപ്പാപ്പന്റെ അടുത്ത് പറയണം, അപ്പ നിങ്ങള് പറയണം എനിക്കറിയില്ല എന്തിനാണ് ഉണ്ടാക്കിയത് പറഞ്ഞ സർപ്രൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെയ്യിലേക്ക്, ഇത് നാടൻ നെയ്യാണ് കേട്ടാ, ഞങ്ങളിവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് മേടിച്ചതാ. അപ്പൊ നെയ്യിലേക്ക് ഇനി കടുകും ഉലുവയും വച്ചൽമുളകും കറിവേപ്പിലും ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഒന്ന് താളിച്ചു വെക്കാം. ഉലുവ, കടുകും വറ്റൽമുളകും കറിവേപ്പിലും. നമ്മുടെ മാമ്പഴപ്പൊടിശ്ശേരി അങ്ങനെ റെഡി. ഇല്ല. അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ പറഞ്ഞു ശിവേ. ഓക്കെ, അമ്മ പറയാം. അമ്മ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ബൈ ബൈ പറയണ്ടേ, പിന്നെ എന്ത് വേണ്ടേ? സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട്. Deep in the